ഇഷ്ടമായോ? വേൾപൂൾ ഇഷ്ടമായോ? അപ്പൊ നമ്മള് കാറ് ഡ്രൈവ് എന്നുള്ള രീതിയിൽ നമ്മള് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മള് വന്നിരിക്കുന്ന സ്ഥലമാണ് നയാഗ്ര ഫോൾസ്. ഇത് നയാഗ്ര ഫോൾസ് അല്ല, പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് നയാഗ്ര ഫോൾസ് അല്ല, നയാഗ്രയുടെ അടുത്ത് തന്നെയുള്ള വേൾപൂൾ പേര് നയാഗ്ര വേൾപൂൾ. നയാഗ്ര വേൾപൂൾ. അത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ഇവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ US കാനഡ ബോർഡറിൻ്റെ ഇടയിൽ വരുന്ന ഒരു തന്നെ ഫോം ആയിട്ടുള്ള ഒരു വേൾപൂളാണ് നയാഗ്ര വേൾപൂൾ എന്ന് അറിയപ്പെടുന്ന സ്ഥലം. ഏതാണ്ട് 4600 വർഷങ്ങൾക്ക് മുന്നേ ഇറോഷൻ കാരണം ഉണ്ടായതാണ് ഈ വേൾപൂൾ. ഞാൻ കഴിഞ്ഞ വർഷം നയാഗ്രയിൽ വന്നിട്ട് പോലും ഇങ്ങനൊരു സ്ഥലം അവിടെ എക്സിസ്റ്റിംഗ് ആണെന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. ബട്ട് പെട്ടെന്ന് നമ്മൾ ഇങ്ങനെ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ നയാഗ്ര വേൾപൂളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ സ്ഥലത്തിനെ പറ്റിയ ലൊക്കേഷനെ പറ്റി ഒരു അറിവും ഉണ്ടായിരുന്നില്ല. പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ കാണാൻ അടിപൊളിയായിരുന്നു, തിരക്കും ഉണ്ടായിരുന്നില്ല. അപ്പം നിങ്ങൾ നയാഗ്രയിലേക്ക് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും നയാഗ്ര വേൾപൂൾ കണ്ടിട്ട് പോകണം. നയാഗ്ര ഫോൾസിൽ നിന്ന് ഒരു 10 to 15 മിനിറ്റ്സ് ഡ്രൈവേ ഉള്ളൂ ഈ ലൊക്കേഷനിലേക്ക്. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് കാണാൻ പറ്റും. അതിൽ ചെറിയ ചെറിയ ആ ഫോർമേഷനിൽ ചുഴി കാണാൻ പറ്റും. അപ്പോൾ ഇത് അവർ അറിയപ്പെടുന്നത് ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ് ഈ ചുഴി തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആൻഡ് എല്ലാ ദിവസവും രാത്രി ഇത് ആൻറ്റി ക്ലോക്ക് വൈസിലും തിരിയുന്നുണ്ടെന്നാണ് നമ്മൾ ഇതിനെ പറ്റി ഈ സ്ഥലത്തെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ സാധിച്ചത്. പാർക്കിംഗ് ഫീ ഒഴിച്ച് ഇവിടെ നിന്ന് കാണാൻ ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. ഇവിടെ വന്ന ഇവിടുത്തെ മെയിൻ 2 അട്രാക്ഷൻസ് ആണ് ഇവിടുത്തെ വേൾപൂൾ എയറോ കാർ റൈഡും ആൻഡ് ജെറ്റ് ബോട്ട്സും. വിൻ്റർ ആയതുകൊണ്ട് തൽക്കാലത്തേക്ക് ഇപ്പോൾ കേബിൾ കാർ സർവീസ് അവൈലബിൾ അല്ല. ബട്ട് ഐ തിങ്ക് ഈ മാർച്ച് എൻഡ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കിലൂടെ അത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവർ പറയുന്നത് 1 ഫുൾ റൈഡിൽ ഈ കേബിൾ കാർ US ആൻഡ് കാനഡ ബോർഡർ 4 പ്രാവശ്യം ക്രോസ് ചെയ്യുന്നതാണ്. ഒരു 10 മിനിറ്റ് ആണ് ആ യാത്രയ്ക്ക് അവരെടുക്കുന്ന സമയം. ആൻഡ് ഒരു അഡൾട്ടിന് $17 ആണ് അവർ ചാർജ് ചെയ്യുന്നത്. ആൻഡ് കുട്ടികൾക്ക് 3 വയസ്സിന് താഴെ കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇപ്പൊ എളുപ്പമല്ലേ ഈ റോപ്പ് വേ കൂടെ നമുക്ക് US എത്താന്ന്. ആ കേബിൾ കാർ എടുത്ത് US ചാടി അടക്കാൻ പറ്റുമെന്നാണ് ഇവിടുത്തെ ചർച്ച നടക്കുന്നത് ഗൈസ്. അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് നയാഗ്ര ഫോൾസ് കാണാണ്ട് പോകാൻ പറ്റുമോ? അപ്പം നമ്മൾ ഇനി നയാഗ്ര ഫോൾസ് കണ്ടിട്ട് യാത്ര തിരിക്കാന്ന് വിചാരിച്ചു. നമ്മൾ സെക്കൻഡ് ടൈം അല്ലേ മോൻ നയാഗ്ര? അല്ല ഞാൻ സെക്കൻഡ് ടൈം, മോന് 3rd ടൈമാണ്. സെക്കൻഡ് ടൈം നയാഗ്രയിലേക്ക് വിൻസെൻ്റെ വണ്ടി എടുത്ത ദിവസമാണ് നമ്മൾ നയാഗ്രയിലേക്ക് വന്നിരിക്കണേ. ഈ സൈഡ് സത്യം പറഞ്ഞാൽ നമ്മളന്ന് വന്നിട്ടില്ല. ഈ സൈഡ് വന്നിട്ടില്ല. ഈ സൈഡ് ശരിക്കും വെള്ളം ഇങ്ങനെ ഇവിടെ നിന്ന് ഒഴുകി പോണെന്ന് കാണാൻ പറ്റും. അത് നയാഗ്ര ഒരു വികാരം തന്നെ കേട്ടോ ഗൈസ്. എനിക്ക് വന്നാലും മടുക്കാൻ ചാൻസ് ഇല്ലാത്തൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നണേ. ടൂറിസ്റ്റുകൾ നിൽക്കുന്ന ഇവിടുത്തെ ഫേമസ് ഹോട്ടൽസ്. ഇവിടെയൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ നയാഗ്രയിലേക്ക് നല്ല വ്യൂ ആയിരിക്കും. ഏപ്രിൽ 9th or 8th എനിക്കറിയില്ല, എന്തായാലും ആ ദിവസങ്ങളിൽ ഇവിടെ നയാഗ്ര ഫോൾസിൽ ടോട്ടൽ സോളാർ എക്ലിപ്സ് നടക്കുന്ന ദിവസമാണ്. ആൻഡ് ഇവിടുത്തെ ഗവൺമെൻറ് ഓൾമോസ്റ്റ് 1 മില്യൺ ആൾക്കാരെയാണ് അന്നത്തെ ദിവസം ഇവിടെ എക്സ്പെക്ട് ചെയ്യണം. അപ്പോൾ ഈ ഹോട്ടൽസൊക്കെ എനിക്കിവിടെ കുറേ നാൾ മുന്നേ ബുക്ക്ഡ് ആയിരിക്കും. പിന്നെ കുറേ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടാവുന്നതാണ്. അപ്പോൾ അത് കാണാൻ നയാഗ്രയിൽ എത്തിയപ്പോഴാണ് എനിക്ക് ഈ ടോട്ടൽ സോളാർ എക്ലിപ്സിനെ പറ്റി ഓർമ്മ വന്നത്. അപ്പം ഞാൻ അത് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. മിസ്റ്റേക്ക് ഉണ്ട്, നയാഗ്ര ഫോൾസിൽ മാത്രമല്ല നമ്മൾ സോളാർ എക്ലിപ്സ് വിറ്റ്നസ് ചെയ്യുക. ഓൾമോസ്റ്റ് കുറേ കാനഡയിലെ ഭാഗങ്ങളിൽ നമ്മളത് കാണാൻ സാധിക്കും എന്നാണ് അവർ പറയുന്നത്. സോ ഏപ്രിൽ 8 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സ്റ്റാർട്ടിംഗ് ടൈം 2 PM ആണ്. which will last for about ഒരു 2.5 hours. നമ്മൾ ഫുള്ളി എക്ലിപ്സ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ടൈം 3:20 to 3:23 PM ആണ്. ഓൾമോസ്റ്റ് 3 to 4 minutes ആണ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യുന്നത്. അതിൽ നയാഗ്ര ഫോൾസ് ആണ് ദി ബെസ്റ്റ് ലൊക്കേഷൻ ടു
വ്യൂ ദിസ് ഇവന്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് എവിടെയോ വായിച്ചു കണ്ടു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നയാഗ്ര ഫോൾസിൽ ടോട്ടൽ സോളർ എക്ലിപ്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത്. പക്ഷേ ആക്ച്വലി ഓൾ ഓവർ ദി കാനഡയാണ്. കുറച്ചും കൂടി ക്ലോസർ വ്യൂ ആയിട്ടേ. ചെറുക്കാ പിടിച്ചു നിൽക്കണേ. ഭയങ്കര ചൂലും പാടാണ് നോക്കിട്ട് ഇവിടേക്ക് നോക്കണ താഴത്തേക്ക്. ഇപ്പഴും നടക്കണ്ടേ? എന്തല്ല എന്തായാലും വെള്ളമായിരിക്കും ഒഴുകി പോണേ. ഇത് ഫ്രോസൺ ആണ് അവസ്ഥ. അതെ, ഇത് ചില സമയത്ത് വിന്ററില് ഫ്രോസൺ ആവും. മൈനസ് ആവില്ല അല്ലേ? മൈനസ് ഈ കൊല്ലം എന്തായാലും ആയിട്ടില്ല. അതെ, അങ്ങനെ അതൊരു അങ്ങനെ കൂടി കാണണം എപ്പോഴെങ്കിലും. ഫ്രോസൺ ആയിട്ട് ഇങ്ങനെ ഐസ് കട്ട പോലെ നിൽക്കണം. Let's go for something else. അവിടെ വീണാൽ നല്ല വ്യൂ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നയാഗ്രയുടെ ജിയോളജിക്കൽ ഫോർമേഷനെ പറ്റിയുള്ള കാര്യങ്ങൾ അവിടെ ഒരു ബോർഡിൽ അവർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളത് നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ പ്രാവശ്യം നോട്ടീസ് ചെയ്തത് നമ്മൾ വായിച്ചു വയ്ക്കുമ്പോൾ മനസ്സിലായത് ഈ വെള്ളത്തിൻ്റെ ഫോഴ്സ് കാരണം ഇതിങ്ങനെ നല്ല ഹൈ സ്പീഡിലാണല്ലോ വീണുകൊണ്ടിരിക്കണേ. അപ്പോൾ ഫോഴ്സ് കാരണം അവിടെ റോക്സിനൊക്കെ ഇറോഷൻ വന്ന് അതിങ്ങനെ ഒലിച്ചിറങ്ങി പോകും. അപ്പം ഇപ്പോൾ ഈ വെള്ളം വീണിട്ടുള്ള ഇറോഷൻ്റെ സ്പീഡ് സ്ലോ ഡൗൺ ആയിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇനിയും കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് പിന്നോട്ട് തന്നെ എക്സ്പാൻഡ് ആവാനാണ് ചാൻസ് എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നയാഗ്ര ഫോൾസ് ഫോമായ ടൈം തൊട്ട് ടിൽ നൗ ഓൾമോസ്റ്റ് 7 മൈൽസ് ആണ് ഇത് പുറകോട്ട് ഇങ്ങനെ നീങ്ങി പോയിട്ടുള്ളത്. അത് ഇനിയും കൂടിക്കൊണ്ടിരിക്കും. പക്ഷെ അത് പെട്ടെന്ന് ഇന്ന് കഴിഞ്ഞ് നാളെ കാണുന്നൊരു ചേഞ്ച് ആയിരിക്കില്ല, കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ കാണുന്നൊരു ചേഞ്ച് ആണ്. അങ്ങനെ ഞങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കുന്നില്ല നയാഗ്രയിലേക്ക് ഇന്ന് വരുന്നത്. ഒരു ലോങ് ഡ്രൈവ് ആവാം എന്നൊക്കെ വെച്ചിട്ട് നമ്മൾ നയാഗ്രയാണ് ചൂസ് ചെയ്തത്. എന്തായാലും വെർത്ത്. എന്തായാലും ആ ഒരു വേൾപൂൾ അവിടെ തിരക്കുണ്ടായിരുന്നില്ല. ഇത് മൊത്തത്തിൽ തിരക്ക് കുറവാണ്, തണുപ്പ് നന്നായിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് കോമെൻറ്റ്. ഇനിയും ഇതുപോലത്തെ അടിപൊളി വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. അൻടിൽ ദെൻ ബൈ.